ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടി വാസുദേവൻ. അദ്ദേഹം സിനിമയിൽ നല്ല ഒരു പ്രൊഡ്യൂസറായിരുന്നു ആ കാലത്ത്. മദ്രാസിൽ വന്ന് അതായത് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്ന് അത് കഴിഞ്ഞ് പ്രൊഡ്യൂസറായി പടം എടുത്ത അസോസിയേറ്റ് പ്രൊഡക്ഷൻസ് വാസു സാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഒരു മഹാമനുഷ്യൻ. അന്നത്തെ കാലത്ത് ആര് മദ്രാസിൽ വന്നാലും എന്ത് വിഷമമുണ്ടെങ്കിലും ധൈര്യമായിട്ട് കയറി ചെല്ലുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അസോസിയേറ്റ് പ്രൊഡക്ഷൻസ് വാസു സാറിൻ്റെ വീട്. വീടെന്ന് തന്നെ പറയാം, ഓഫീസാണ്, എന്നാലും അത് എല്ലാവർക്കും ഒരു വീടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണവും തിരിച്ചു വരാനുള്ള ഒരു ടിക്കറ്റും കൊടുത്തിരുന്ന ഒരു കമ്പനിയായിരുന്നു ഈ വാസു സാറിൻ്റെ കമ്പനി. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. അത് ഇന്ന് പലർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഞാനൊക്കെ അന്ന് അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒരുപാട് അഭിനയിച്ചിട്ടില്ല. എന്നാലും ലളിതക്കൻ, പത്മിനിയക്കൻ, രാഗിണിയക്കൻ അവർ മൂന്നുപേരും ഈ കമ്പനിയിൽ സ്ഥിരം ആർട്ടിസ്റ്റായിരുന്നു. അവരുടെ അമ്മ സരസ്വതി അമ്മ, ആ അമ്മ ഈ സാറിന് കൊടുക്കുന്ന ഒരു മര്യാദയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത്ര വലിയൊരു മനുഷ്യനായിരുന്നു. അന്ന് വാഹിനി സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വാസു സാറിൻ്റെ ആയിരിക്കും. നമസ്കാരം സാർ. പനിനീർ മലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിൽ തളിർമീനു കൈപോയാലും. സാറിനെ കണ്ട് സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സാർ എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത് എന്നൊക്കെ സാറ് തന്നെ പറഞ്ഞാൽ നന്നായിരിക്കും. 1938 തൃപ്പൂണിത്തുറ ഒരു ടെമ്പററി സിനിമ 2 മാസത്തേക്ക് നടത്തി ആണ് ഞാൻ സിനിമയ്ക്ക് വന്നത്. എന്നിട്ട് 1940 അസോസിയേറ്റഡ് പിക്ചേഴ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തുടങ്ങി, ഡിസ്ട്രിബ്യൂഷൻ. അത് എവിടെ? കേരളത്തിൽ തുടങ്ങി? എറണാകുളത്ത് തുടങ്ങി 1940. അതൊരു 10 കൊല്ലം ആ കമ്പനി ഒരു 10-40 കൊല്ലം നടക്കേണ്ടായി. ശരി. പക്ഷേ ഒരു 10 കൊല്ലം, ആദ്യത്തെ 1940 മുതൽക്ക് 50 വരെ ആ കമ്പനി നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അന്ന് കേരളത്തിൽ 2-3 ഡിസ്ട്രിബ്യൂട്ടേഴ്സേ ഉള്ളൂ, അങ്ങനെ ചില 3-4 കമ്പനിക്കാരേ ഉള്ളൂ. അപ്പം അന്ന് ഞാൻ ഈ പക്ഷരാജ സ്റ്റുഡിയോസിൻ്റെ, കോയമ്പത്തൂർ പക്ഷരാജ സ്റ്റുഡിയോസിൻ്റെ, പിന്നെ മദ്രാസിലെ ജെമിനിയുടെ പല പടങ്ങളും, നാഗരേന്ദ്രൻ്റെ പല പടങ്ങളും, പിന്നെ അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സിൻ്റെയും പടങ്ങൾ കേരളത്തിൽ ഹാൻഡിൽ ചെയ്തത് ഞാനാണ്. അത് തമിഴല്ലേ സാർ? തമിഴാണ്. ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണല്ലേ പടങ്ങൾ അവരുടെ. അങ്ങനെ ആ 40-50 ഗഡു വരെ ഞാൻ ഒരുപടി പടങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മോഡേൺ നെൽസൻ്റെ ആദ്യത്തെ കളർ പിക്ചർ, MGRൻ്റെ പിക്ചർ, മറ്റിങ്ങനെ പല പടങ്ങളും ഞാൻ, കണ്ടമച്ചകോട്ട് ഞാനാണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റി വളരെ ഒരു അറിവ് കിട്ടിയപ്പോൾ ഒരു നിർമ്മാണം വേണം തുടങ്ങി. അങ്ങനെ ഞാൻ അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസ് എന്നുള്ളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത്. അന്ന് എന്നെ തമ്പ്രാക്കന്മാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ തമ്പ്രാക്കന്മാർ. അങ്ങനെ അവരുടെ ഫൈനാൻഷ്യൽ ബാക്കിങ്ങോടുകൂടി ഞാൻ മദ്രാസിൽ വന്ന് അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസ് കൊണ്ട് കമ്പനി തുടങ്ങി. അമ്മ എന്ന് പറഞ്ഞൊരു പടമാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഒരുപക്ഷെ അമ്മയോട് എനിക്കുള്ള കടപ്പാട് കൊണ്ട് ആയിരിക്കാം അമ്മ എന്നുള്ള ചിത്രം ഞാൻ ആദ്യം നിർമ്മിക്കാൻ കാരണം.